ത്യാഗത്തോടെ മുട്ടിന്മേലായിരുന്നുകൊണ്ട് പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് ഈശോയെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഇന്നത്തെ ആരാധനയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ വിദ്യാർത്ഥിനികളെ, പ്രത്യേകിച്ച് വിവിധ പരീക്ഷകൾ ഒരുങ്ങുന്നവർ, പരീക്ഷ എഴുതുന്നവരെല്ലാം സമർപ്പിക്കുകയാണ്. ഇന്ന് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾ, സ്കൂളിലെ എക്സാംസ്, ഇതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന പഠിക്കുന്ന എല്ലാ മക്കളെയും ഈ ആരാധന നമ്മൾ കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളെ കൊടുക്കുക. വിവിധ പരീക്ഷകൾ എഴുതുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഈശോയെ കൊടുക്കുക. കരങ്ങൾ കൂപ്പി പിടിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അങ്ങയുടെ വലിയ ജ്ഞാനവും ബുദ്ധിയും ആലോചന ശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്തും എക്സാം ഹാളുകളിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാൻ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എല്ലാ പരീക്ഷകളും ഏറ്റവും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഞങ്ങൾ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ആ മക്കളെല്ലാം ഈ സമയം അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ഈശോയെ അവർ സമയം മാറ്റിവെച്ചല്ലോ, അവരെ പ്രത്യേകമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ അവരിന്ന് പഠിക്കാനും പരീക്ഷ എഴുതാനും കൃപ നൽകണമേ. ഈശോയെ, അങ്ങ് അൽത്താരയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, അവരുടെ ബുദ്ധിശക്തിയിലേക്ക്, ഓർമ്മശക്തിയിലേക്കൊക്കെ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ നമുക്ക് നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ദൈവപുത്ര, അങ്ങേക്കാരാധന. യേശുനാഥ, അങ്ങേക്കാരാധന. പടമോ? ദൈവപുത്ര, അങ്ങേക്കാരാധന. യേശുനാഥ, അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ഓശാന, ഹല്ലേലൂയ. ഓശാന, ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ. ഓശാന, ഹല്ലേലൂയ. ഓശാന, ഹല്ലേലൂയ. കൂടി പ്രാർത്ഥിക്കാം. ഓശാന, ഹല്ലേലൂയ. ഓശാന, ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സൗരങ്ങളെ, അല്പസമയം നമ്മൾ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ പ്രത്യേകമായിട്ട് എല്ലാ വിദ്യാർത്ഥിനികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഈ സമയം കൊടുക്കുകയാണ്. ഈ ആരാധനയിൽ നമ്മൾ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ദൂരദേശത്തിരുന്ന് പഠിക്കുന്ന മക്കളുണ്ട്. ആ മക്കളെല്ലാം ഈ സമയം ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈശോ അനുഗ്രഹിക്കണം. നാടിന്, ദേശത്തിന്, സഭയ്ക്ക്, സമൂഹത്തിനൊക്കെ അഭിമാനമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറണം. പ്രത്യേകമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളാണ്. ചില സമയത്തൊക്കെ അവർക്ക് അശ്രദ്ധ വരാറുണ്ട്, മടി വരാറുണ്ട്, മടുപ്പ് വരാറുണ്ട്. എല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെ പഠനമേഖല അനുഭവിക്കുന്നോ അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പഠനവൈകല്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക. പഠിക്കാൻ ഓർമ്മ നിൽക്കുന്നില്ല, പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് ഈശോയെ ഒരു പരീക്ഷയ്ക്ക് ഒരു റിസൾട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ആഗ്രഹിച്ചൊരു മാർക്ക് കിട്ടാതെ പോയി, ചില പരീക്ഷകൾക്ക് തോറ്റുപോയി, അതിൻ്റെ പേരിലൊക്കെ നാണം കെട്ട് നിൽക്കുന്നു, പേടിച്ച് പോകുന്നു. ഈശോയ്ക്ക് അതെല്ലാം കൊടുക്കുക. എല്ലാ ഭയവും ഈശോ ഏറ്റെടുക്കുക. ഈശോ തരുന്ന ഒരു ആത്മവിശ്വാസത്തിൽ വേണം നമ്മളിരുന്ന് പഠിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് നോക്കിയിരുന്ന് പഠിപ്പിച്ചോളും. ഈശോയുടെ മടിയിലിരുന്ന് പഠിക്കുന്ന ഒരു അനുഭവമാണ് ആരാധനയിൽ പങ്കെടുത്തിട്ട് നമ്മൾ പഠിക്കാനും പരീക്ഷയ്ക്ക് പോയാലും സംഭവിക്കുക. എത്ര കുഞ്ഞുങ്ങളാണ് ഈശോയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. കർത്താവെ, പഠന വൈകല്യമുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഈ സമയം തരികയാണ്. ഞങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുന്നില്ല, പഠനത്തിന് മുന്നോക്കം പോകുന്നു, എത്ര ശ്രദ്ധിച്ചിട്ടും ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല,
ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് വെട്ടി വേർക്കുന്നു, ടെൻഷൻ അടിക്കുന്നു, പെട്ടെന്ന് ഭയപ്പെടുന്നു. പരീക്ഷ ഹാളിലോട്ടൊക്കെ കയറുമ്പോഴത്തേന് വല്ലാത്ത ഭയം കാരണം തലകറങ്ങുന്ന അനുഭവങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ, ഈശോയെ അങ്ങേക്കറിയാലോ അങ്ങയുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ ചെറിയ ക്ലാസ്സുകൾ മുതൽ വലിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് വിവിധ പരീക്ഷകൾ എഴുതുന്നവർ, പഠിക്കുന്നവർ, ചില ലെവലുകളൊക്കെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ, ചില കാര്യങ്ങളൊക്കെ ശരിയാവുന്നു, മറ്റു മേഖലകളിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. മത്സര പരീക്ഷകൾക്ക് ചില മേഖലകളൊക്കെ വലിയ വിജയം കിട്ടുമ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ തോറ്റു പുറകോട്ട് പോവാണ്. എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, എത്ര അധ്വാനിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല. ഈശോയെ ഉറക്കമില്ലാത്ത രാത്രികൾ, ടെൻഷൻ അടിച്ച പകലുകൾ, പഠിക്കാനുള്ള സമയം പോലും ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് പോയിട്ടുണ്ട്. ഈശോയെ എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് തരാണ്. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കൃത്യമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളും ഈശോയിലേക്ക് കൈനീട്ടി പിടിച്ചു. മാതാപിതാക്കൾ ഈശോയിലേക്ക് കൈനീട്ടി പിടിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വലിയ ജ്ഞാനവും ബുദ്ധിയും അറിവും ശക്തിയും എല്ലാം നിറയണം. പരിശുദ്ധാത്മാവ് അടുത്ത് നിന്ന് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കണം. ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി സ്വർഗം തന്ന വലിയ സഹായമാണ് പരിശുദ്ധാത്മാവ്. ആ ഈശോ ഇപ്പം പറയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് ബോധ്യം തരട്ടെ. പരീക്ഷ ഹാളിലോട്ട് പോകുമ്പോൾ, പുസ്തകം എടുക്കുമ്പോൾ, പരീക്ഷയ്ക്കുള്ള ഉപകരണങ്ങൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരും. ഈശോ നിങ്ങളെ സഹായിക്കുമെന്ന്, ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് തരും. പിതാവ് അനുഗ്രഹിക്കും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ ശക്തി നിങ്ങൾ പഠിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾ പരീക്ഷകൾക്ക് അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും. നിങ്ങൾ അറിയണം. അതിനുവേണ്ടി വലിയ ശക്തമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കണം. മാതാപിതാക്കളും മക്കളും എല്ലാം ഈ സമയം പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ എല്ലാ പഠന വൈകല്യം ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ പരീക്ഷയുടെ സമയം, ഈ പഠനത്തിൻ്റെ സമയമൊക്കെ ഒരടയാളം അങ്ങ് കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിരം തുറന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അങ്ങ് ഈ സമയം ഇറങ്ങണമേ. അൾത്താരയിൽ രാജാതിരാജനായിട്ട് ഇറങ്ങി അങ്ങ് നിൽക്കുമ്പോൾ ഒരു സിംഹാസനം ഇട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് ഉണ്ടാവണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്നിടത്ത് കർത്താവേ അങ്ങ് അധികാരം ഏറ്റെടുത്തോണ്ട് നിൽക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭയങ്ങളുടെ മേല് അങ്ങ് അധികാരം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥിനികളുടെ പഠന വൈകല്യങ്ങളുടെ മേല് അങ്ങയുടെ ശക്തി ഈ സമയം അയക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ മേല് ഈ സമയം അങ്ങയുടെ ശക്തി അയക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞുപോയ മേഖലകളിലേക്ക് അങ്ങയുടെ ശക്തിയും സ്നേഹവും ധൈര്യവും ഈ സമയം അങ്ങ് അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ. പ്രകാശം വലിയ വെളിച്ചം ഞങ്ങളിലേക്ക് അയക്കണേന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അങ്ങ് അത് അയക്കണേന്ന് പ്രാർത്ഥിച്ചേ. എൻ ജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് പരീക്ഷ എഴുതുന്ന സ്ഥലത്തേക്ക് അങ്ങയുടെ പ്രകാശം അയക്കണമേ നമ്മൾ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ, ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ. ദർശിക്കാൻ ജ്ഞാനത്തിന്റെ ഉറവുകൾ തുറന്നു കൊടുക്കണമേ ഈശോയെ. ദിവ്യകാരുണ്യ നാഥ, കുഞ്ഞുങ്ങളുടെ അറിവിന്റെ മേഖലയെ അങ്ങ് തുറന്നു കൊടുക്കണേ ഈശോയെ. നിൻ ദിവ്യ പ്രകാശം, ആ പ്രകാശം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തിയിൽ, ഓർമ്മശക്തിയിൽ, ആലോചന ശക്തിയിൽ ഈശോയെ. എൻ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങട്ടെ ഈശോയെ. ആ ദിവ്യ പ്രകാശത്താൽ ഈശോയെ എന്നാത്മനയനങ്ങൾ ദൂരദേശത്തായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക് ഇറങ്ങണേ ഈശോയെ. ഈശോയെ നിൻ മുഖം ദർശിക്കാൻ നെഞ്ചോട് ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കിക്കേ. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നാളിതുവരെ നിങ്ങൾ എഴുതിയ എല്ലാ പരീക്ഷകളും ഒന്ന് ഓർക്കുക. അറ്റൻഡ് ചെയ്ത എല്ലാ എക്സാംസും ഒന്ന് ഓർക്കുക. ഇതുവരെ വിജയം തന്ന ഈശോയ്ക്ക് എവിടെയെങ്കിലും നന്ദി പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈശോയോട് നന്ദി പറയണം. മാതാപിതാക്കൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പരീക്ഷകൾ വിജയിക്കാൻ, അവർ ജീവിതത്തിൽ ഉയരാനൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ ആ കുഞ്ഞുങ്ങൾ ഉയർന്നപ്പോൾ, അവർ വിജയം നേടിയപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ഓർക്കണം. എവിടെയെങ്കിലും വെച്ച് ഈശോയെ മഹത്വപ്പെടുത്താൻ മടി കാണിച്ചോ, ഈശോയ്ക്ക് നന്ദി പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ചേർന്ന്
ഈശോയ്ക്ക് നന്ദി പറയുക. നാളിതുവരെയുള്ള എല്ലാ പരീക്ഷകൾക്കും വിജയം നൽകി കർത്താവിന്. നമുക്ക് തോറ്റുപോയി എന്ന് തോന്നിയ സമയത്ത് പോലും കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെട്ടതിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അയ്യോ ഒരു വലിയ ഭാഗ്യമായി, വലിയ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ടല്ല, കർത്താവ് കൃപ തോന്നി അനുഗ്രഹിച്ചു. നീ പ്രാർത്ഥിക്കാൻ മറന്നപ്പോൾ പോലും ഈശോ അനുഗ്രഹിച്ചു. നീ ചോദിക്കാതെ തന്നെ ഈശോ അനുഗ്രഹിച്ചു. നന്ദി പറയണം. നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇനിയുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങാനും പ്രാർത്ഥിക്കാനും. മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇതുവരെ ഈശോ ഈ കുടുംബത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് എവിടെയെങ്കിലും നന്ദി പറയാൻ മറന്നുപോയോ? വലതുകര ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കുക, വലതുകര ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഈശോയെ എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യത്തിൽ എന്തോരം തവണയാണ് അങ്ങ് ഇടപെട്ടത്. ചിലപ്പോൾ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മാറ്റിയിട്ടുണ്ട്. അങ്ങയുടെ മുഖം മറന്നുപോയിട്ടുണ്ട്, അങ്ങയുടെ സാന്നിധ്യം മറന്നുപോയി, അങ്ങ് ചെയ്ത അത്ഭുതകരമായ അടയാളങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ മറന്നുപോയി. നന്ദി പറയാൻ ഈശോയെ മറന്നുപോയി. 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? 10 പേരല്ലേ വിജയിച്ചത്, ബാക്കി 9 പേരെവിടെ? 10 പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ലേ, ബാക്കി 9 പേരെവിടെ? ഈശോയെ ഹൃദയം തുറന്ന് ക്ഷമ ചോദിക്കുകയാണ്. നന്ദി പറയാൻ മറന്നുപോയി. എന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് തോറ്റുപോയപ്പോൾ, ഇന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, എന്താകുമെന്ന് അറിയത്തില്ലാത്തൊരു സമയം വന്നപ്പോൾ ഞാൻ പിന്നെ യാചിക്കാൻ വന്നേക്കാണ്. ഈശോയെ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കുടുംബത്തോട് ക്ഷമിക്കണം. നന്ദി പറയാതിരുന്ന എൻ്റെ മനസ്സ് അങ്ങ് അതിനോടൊന്ന് പൊറുക്കണം. ഇപ്പോൾ ഹൃദയം തുറന്ന് ഞാൻ നന്ദി പറയാണ്. ഈശോയെ നന്ദി. ആവർത്തിച്ച് പറഞ്ഞു, ഈശോയെ താങ്ക് യു, നന്ദി ഈശോയെ. വിജയം നൽകിയതിന്, ചേർത്ത് പിടിച്ചതിന് ഈശോയെ നന്ദി. സഹായിച്ചതിന് നന്ദി പറയുന്നു ഈശോയെ. ചില സമയത്തൊക്കെ തോറ്റുപോയിട്ടുണ്ട്, എന്നാലും ഞാൻ നിരാശപ്പെട്ടു പോകാതെ എൻ്റെ കൈ പിടിച്ചതിന് താങ്ക് യു ഈശോയെ. വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, പഠിക്കാത്തതിൻ്റെ പേരിൽ കളിയാക്കപ്പെട്ടിട്ടുണ്ട്, എങ്കിലും എന്നെ ചേർത്ത് പിടിച്ചതിന് ഈശോയെ നന്ദി പറയാണ്. മാതാപിതാക്കൾ പ്രത്യേകം നന്ദി പറ. മക്കളെ ഓർത്ത് ഇങ്ങനെ ചിലപ്പോൾ സങ്കടപ്പെട്ടുണ്ടാവും, എങ്കിലും ആ മക്കളെ ഈശോ തന്നതല്ലേ, നന്ദി പറ. മറ്റുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈശോ തന്ന കുഞ്ഞുങ്ങളാണ്, ഈശോ അനുഗ്രഹിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുക. പഠനം പൂർത്തിയാക്കുക കുഞ്ഞുങ്ങള്. ജീവിതത്തിന്റെ ചില പരീക്ഷണ ഘട്ടങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ശാന്തമായിട്ട് സ്തുതിച്ചുകൊണ്ടിരുന്നേ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ അനുഗ്രഹിച്ചതിന്, ചേർത്ത് പിടിച്ചതിന്, വീണുപോകാതെ കൈപിടിച്ചതിനെല്ലാം നന്ദി പറയുന്നു ഈശോയെ. നാളിതുവരെ സഹായിച്ചതിനെല്ലാം നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം. കരങ്ങൾ യാചന രൂപത്തിൽ ഈശോയുടെ നേരെ അല്പം തുറന്നു പിടിക്കുക. കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പൊക്കെ ആരാധിക്കാൻ വേണ്ടി ഈശോയുടെ മുമ്പിൽ ഇരുന്ന എല്ലാ മക്കളെയും ഈശോ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും. നമ്മളൊരു കൂട്ടായ്മയിലാണ് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബം ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, പഠിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുക. അവരുടെ സ്കൂളിൽ, കോളേജിൽ അവരെ പോലെ മറ്റ് മത്സര പരീക്ഷകൾ എഴുതുന്നവർ, ജോലി സംബന്ധമായിട്ടുള്ള എക്സാംസ് ഫേസ് ചെയ്യുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ളവർ, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ, നിങ്ങളുടെ കൂടെ വിവിധ പരീക്ഷകൾക്ക് അറ്റൻഡ് ചെയ്യുന്നവരെ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. എന്നിട്ട് ഈ സമയം അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കണം. കർത്താവിന് വലിയ ജ്ഞാനവും ശക്തിയും സാന്നിധ്യവും കൊണ്ട് നമ്മുടെ പരീക്ഷാ ഹാളുകൾ, പഠിക്കുന്ന ഇടങ്ങൾ, നമ്മുടെ സ്റ്റഡി ടേബിൾ, പഠിക്കുന്ന മുറി, പഠിക്കുന്ന പുസ്തകങ്ങൾ, ഉപയോഗിക്കുന്ന പഠന ഉപകരണങ്ങളെല്ലാം നിറയണം. കർത്താവേ, വലിയ ശക്തിയും അഭിഷേകവും കൊണ്ട്, ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറക്കണേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന.